പടം അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ട്, ആസ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ദൃശ്യം 1, 2 നമ്മളെല്ലാവരും കണ്ടതാ. അതുപോലെ തന്നെ അതിനേക്കാളും അടിപൊളി മികച്ച രീതിയിൽ തന്നെയാണ് ദൃശ്യം 3 എടുത്തേക്കണത്. എല്ലാവരും മസ്റ്റ് വാച്ചാണ്. എനിക്ക് മൂന്നിലൊന്നും ഒതുങ്ങാൻ സാധ്യതയില്ല. അതായത് അവസാനത്തെ ഒരു സീനിൽ അങ്ങനെ പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും വരുമെന്ന്. വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് പോലെ അത്ര അടിപൊളി, ഒന്നും പറയാനില്ല. ഓടിപ്പോയ ആളൊക്കെ തിരിച്ചു വന്നു, അതൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, പടം വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. അടിപൊളി ഉണ്ട്, ഒന്നുമില്ല, വേറെ ലെവൽ പടം. മോഹൻലാൽ ഉണ്ടെങ്കിലേ ജിത്തുള്ളൂ. ജിത്തുവിൻ്റെ പഴയ 2 പടങ്ങളൊക്കെ നമുക്കൊരു മോശം പോലെ തോന്നിയത്. പക്ഷേ ഈ പടം സീരീസിലെ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ പറയാം കേട്ടോ. ഇടിലൻ അടിപൊളി. അല്ല, മോഹൻലാലിൻ്റെ പ്രകടനം, കഥയും ജിത്തു നല്ല പഠിച്ച ആർക്കേക്കുന്നത് ഭയങ്കര സെന്റിമെന്റ്സ് ആയിട്ടാണ് പടം തീരുന്നത് കേട്ടോ. മറ്റുള്ള പടങ്ങൾ പോലെയല്ല, വിജയമല്ല, ഒരു സെന്റിമെന്റൽ മൂവി ആയിട്ടാണ് പടം തീരുന്നത്. നല്ല പടം, വേറെ ലെവൽ. ജിത്തു കലക്കി. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ അവസാനിക്കുമെന്ന് പറയാം. പക്ഷേ ലീഡുണ്ട് ദൃശ്യം 4 ലീഡുണ്ട്. ഇപ്പൊ നമുക്ക് അറിയാം ദൃശ്യം 4 ആവും. അടിപൊളി, ഒന്നും പറയാം. രണ്ടുപേരും പ്രശ്നമാണ്. ഒന്നും പറയാനില്ല. ഇഷ്ടപ്പെട്ടോ? അത്രമാത്രം ഇഷ്ടപ്പെട്ടോ? സ്പോയിലറായി പോകും കണ്ടറിഞ്ഞ്, ബട്ട് സ്റ്റിൽ അടിപൊളി. ഒന്നും പറയാനില്ല, ഇന്ന് ബർത്ത്ഡേ അല്ലേ, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. അടിപൊളി, ഒരു വിഷ്വൽ ട്രീറ്റ് ഓഡിയൻസിന് തന്നുകൊണ്ട് സോ ഹാപ്പി ഫോർ. നല്ല പടം, സൂപ്പർ പൊളിയായിരുന്നു. പിന്നെ അത് ഞാനും ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതും ഭയങ്കര സന്തോഷം. അതെ, സൂപ്പർ. എല്ലാം അടിപൊളിയാണ്, ആ രീതിയിലാണ്. എനിക്കറിഞ്ഞൂടാ, എല്ലാ പ്രാവശ്യം പോലെ തന്നെ നോക്കിയിട്ടുണ്ട്. ദൃശ്യം 2 മേക്കിംഗ് കൊള്ളായിരുന്നു. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ ഭയങ്കര ഫുൾ ട്വിസ്റ്റാണ്, സെക്കൻഡ് ഹാഫ് ഫുൾ ട്വിസ്റ്റാണ്. ഒരു പ്രാവശ്യം കൂടി കാണാനുള്ളതുണ്ട്. ശരിക്കും ഇമോഷണൽ സൈഡ് തന്നെയാണ് കാണിച്ചിട്ട് കാണാൻ തോന്നുന്നുണ്ട്. കുറെ ട്വിസ്റ്റ് ഉണ്ട്, ഞെട്ടിക്കലുണ്ട്. ഫുൾ ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് ത്രില്ലറിലാണ് നിർത്തണതും, സെക്കൻഡ് ഹാഫ് ഫുള്ളോട് ട്വിസ്റ്റാണ്. മേ ബി വന്നേക്കാം, ഞാനിത് പ്രതീക്ഷിച്ചായിരുന്നു. ലാലേട്ടൻ ആസ് ഓൾവേസ് അടിപൊളി. നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോകും. ഹാർട്ട് ടച്ചിങ് ആണ് എല്ലാ സീൻസും. നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാം. ഫാമിലി പ്ലസ് ഫുൾ ത്രില്ലർ ഒരു മൂവി. സെക്കൻഡിലും കിട്ടിയ ഒരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയില്ല. പലർക്കും പല അഭിപ്രായമായിരിക്കും. എനിക്ക് പേഴ്സണലി ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല. അതായത് നമ്മുടെ ജോർജ് കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമോ, നമ്മളിതുവരെ കണ്ട് ശീലിച്ച ജോർജ് കുട്ടി ഇങ്ങനെ നല്ലല്ലോ എന്നൊരു ഫീല് വരും. മേ ബി പല സിനിമകളിൽ നിന്നുള്ളൊരു ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുള്ളത്. ജോർജ് കുട്ടിക്ക് ജോർജ് കുട്ടിയുടേതായ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമുക്കറിയാം ഇയാൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും. പക്ഷെ ആ രീതിയിലേക്കൊക്കെ കഥ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗം എനിക്കൊട്ടും ഡൈജസ്റ്റ് ആയിട്ട് തോന്നിയില്ല. പല ക്യാരക്ടേഴ്സും ഇതേപോലെ അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, അവരുടെ സ്വഭാവം മാറുന്നുണ്ട്. അപ്പോൾ അതൊട്ടും കഥയിൽ അത്ര ഓർഗാനിക്കായിട്ട് വന്നായിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് എനിക്ക് തോന്നിയ കാര്യം. താങ്ക് യു. അത് ഈ സിനിമയിലേക്ക് വരുമ്പോൾ അത്രയ്ക്ക് നമുക്ക് കിട്ടിയില്ല. ഫസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് ഒരു പീക്ക് പടമായിരുന്നു, എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. സെക്കൻഡ് വരുമ്പോൾ OTT എടുത്തതുകൊണ്ട് മേക്കിങ്ങിൽ കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് അടിപൊളിയായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റ് ഭയങ്കര ലേസി ആയിട്ട് എനിക്ക് തോന്നി. ക്ലൈമാക്സിൽ ഒരു അരമണിക്കൂറിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനായിട്ട് വലിച്ചു നീട്ടി. പിന്നെ ക്ലൈമാക്സിൽ അരമണിക്കൂറാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമോ, അല്ലെങ്കിൽ ഔട്ട് കൺവിൻസ്